അപ്പോൾ ഗൈസ് നമ്മളിന്ന് രാവിലെ നോങ്നൂച്ച് വില്ലേജിലായിട്ടോ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നോങ്നൂച്ച് വില്ലേജിലെ കാഴ്ചകളാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലേജാണ്. ഗാർഡൻ, പിന്നെ കുറേ അധികം സംഗതികളുള്ള ഒരു വില്ലേജാണ്. നമുക്ക് കാണാം. അപ്പം നമ്മൾ ഈ കാണുന്ന കേട്ടോ അതിൻ്റെ എൻട്രൻസ്, അകത്തോട്ട് കയറുന്ന ഇവിടെ തന്നെയാണ്. എന്നിട്ട് അങ്ങോട്ട് ഉള്ളോട്ട് ചെല്ലുമ്പം ടിക്കറ്റ് കൗണ്ടർ, പിന്നെ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. സ്ഥലം ഗൈസ് എൻ്റെ അമ്മേ സൂപ്പറാണ് കേട്ടോ. ഡിനോസറിൻ്റെയും ഇതേ സൂപ്പറാണ് കേട്ടോ കാണാൻ. വേൾഡ് ടോപ്പ് ഗാർഡൻസിലൊന്നാണ് കേട്ടോ ഈ നോങ്നൂച്ച് വില്ലേജ് ഗാർഡൻ. ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര അടിപൊളി. നേരിട്ട് നല്ല രസമുണ്ട്. ഇവിടെ ആടുമാമ ഉണ്ട്. ഇപ്പൊ കേറുമ്പം താഴത്തെ കാഴ്ചകളാട്ടോ ഇതൊക്കെ. ഡൈനോസർ, ഇത് നമ്മുടെ ബുദ്ധ, അതുപോലെ ലാഫിംഗ് ബുദ്ധ എല്ലാം ഉണ്ട്. കൊള്ളാം. ഡിനോസർ ഇടയ്ക്ക് ഇങ്ങനെ ഇതിനകത്തുകൂടി ഇങ്ങനെ നടക്കുക. ഈ സൈഡിൽ ഇതാണ് കേട്ടോ. എൻ്റെ അമ്മേ എന്ത് ഭംഗിയാണെന്നറിയാമോ. നേരിട്ട് ഇതിനകത്ത് അത്രയും അറിയാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. അയ്യോ നല്ല ഭംഗിയുണ്ട്. കഫേ ആമസോൺ. നമ്മളിത് ഈ വഴി ഇങ്ങനെയാണ് കേട്ടോ കാണാം. ഇത് ദേ നമ്മൾ നേരെ ചെല്ലുന്നത്, ഇപ്പോൾ നമ്മൾ നേരെ ചെന്നുകൊണ്ടിരിക്കുന്നത് എലിഫൻറ്റിൻ്റെ അടുക്ക് കേട്ടോ. എലിഫൻറ്റ് ഷോയാണ്. വാവ് സൂപ്പർ. നമ്മളിത് ഇതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. ഉള്ളിലോട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. എന്തൊരു ഭംഗിയാണെന്നറിയാമോ. എല്ലാം ഒന്നും നമുക്ക് വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ സ്പേസ് ഒട്ടുമില്ല ഫോണിലെ. അപ്പോൾ ഇതിനകത്ത് കുറച്ചേ എടുക്കാൻ പറ്റും. ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ. കണ്ടോ, ഇങ്ങനെയാണ് കാണാൻ. ഇതാണ് ബുദ്ധാസ് ഉണ്ട്, അതുപോലെ തന്നെ ദേ നോക്ക് ലാഫിംഗ് ബുദ്ധയുണ്ട്. എല്ലാം ബുദ്ധാസിൻ്റെ ഇതാണ്. വലിയ വലിയ സ്റ്റാച്യൂസാണ്. അവിടെ ഗണേശനെ കണ്ടങ്ങനെ കുറേ നടന്നു വന്നപ്പോൾ നമ്മുടെ ഗണേശനും ഉണ്ട് കേട്ടോ, ഇന്ത്യക്കാരുടെ സ്വന്തം ഗണേശൻ. അത് വലിയ സ്റ്റാച്യു ആണ്. അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് നമ്മുടെ തായ് കൾച്ചറൽ ഷോ ഉണ്ട്, അതും പിന്നെ എലിഫൻറ്റ് ഷോയുമാണ്. അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ നമ്മളിപ്പം പോകുന്നത്. അപ്പോൾ ടിക്കറ്റ് എല്ലാം കാണിച്ച് വേണം കയറാൻ വേണ്ടിയിട്ട്. Apsarsi Vanamrung dance, an ancient dance based on the Hindu beliefs from the ancient scripts found at Prasat Phnom Rung in Thailand. Thep Apsarsi Vanamrung dance is a dance for words.
ngồi lên luôn được.ก่อนลุกจากที่นั่งขอบคุณค่ะനമ്മളുടെ എലിഫന്റ് ഷോയ്ക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ മണ്ടയ്ക്കായിട്ട് സ്റ്റെപ്പുകളാണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുക. 泰铢了，100泰铢一个人。 ആനയുടെ കൂടെ വീഡിയോ എടുക്കാൻ പോവാണ്. ആനയെ കൊണ്ട് Bot. Sit down. Single. Sarika. India. ഇന്ത്യ. 呢是上水去順地路，佢哋都有感覺上玩唔識嚟賺㗎。我嘅阿邊話，出嚟講佢嘅不啲人，哇，後面車，望見佢附近。代表。Okay, ready to break. Initiate. One blow. Okay, ready you two. All right, everyone. Here you two. 咁我哋手級攞邊攞咧？ I'm sorry, not 停緊，人哋嘅你爽。Go。啊。അടുത്തോട്ട് പോ. หลังจากที่เราช้างว่าเสร็จนะครับเราจะร่วมเก็บสนใจครับอยากจะได้ศิลปะ കുറേ ഫോട്ടോസ് കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മെമ്മറി ഭയങ്കര สวัสดีครับสวัสดีครับLet's go 表演啦，不要钱啊，是免费，他这能实现画作。 ആ ദൈവമേ ഈ നിതിന് പ്രാന്താട്ടോ. പിന്നെ ആളെ ചവിട്ടി കൊല്ലുന്നുണ്ടോ? Okay, it's all ready. Let's go. It's Alpha walking across. Hola. Show me how. ദൈവമേ നിതിന് പോയി കിടക്കുന്നില്ല അവിടെ. Our show is over. Thank you very much. ഇഷ്ടപ്പെട്ടോ? പാവം
ഞാൻ അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഡ്രസ്സ് എടുത്ത ഗൈസ്. ഒരെണ്ണത്തിന് 490, ഒരെണ്ണത്തിന് 400 സംതിങ് ആണ്. ഇപ്പം നോക്കാം എത്രയാ റേറ്റ് എന്നേ. ഇത്രയും വലിയൊരു കൊമ്പുള്ള ഒരാന. വാടാ ഫുഡ് കഴിച്ചിട്ട് വാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടെ തന്നെയാണ് കേട്ടോ ഇന്ന് ലഞ്ച്. ഇത് സൂം ചെയ്യുന്നതിന് എന്നെയല്ല എടുക്കേണ്ടത്. ഇതിനകത്ത് ഫിഷ് കറി, ചോറ്, വെണ്ടയ്ക്ക മെഴുക്കുരട്ടി പോലെ ഒരു സബ്ജിയാണ്. പിന്നെ വെജ് പുലാവ്, പനീർ കറി, പറാട്ട, ചിക്കൻ കറി. ഇത് കഴിച്ചിട്ട് പിന്നെ പോയി ഞങ്ങൾ എടുക്കാനിരിക്കുകയാണ് ബാക്കി. ഓക്കെ, നമ്മളത് കഴിഞ്ഞിട്ട് ഇതേ പപ്പായ, വാട്ടർമെലൺ, കുക്കുംബർ, പിന്നെ ടൊമാറ്റോ അതെല്ലാം എടുത്തു. പിന്നെ ഇത് ബ്രെഡ് ജസ്റ്റ് ടോസ്റ്റ് ചെയ്ത് കേട്ടോ കീഴിൽ. അതുപോലെ തന്നെ കേക്ക് വെട്ട്, ഒരു മധുരത്തിന് കേക്ക് വെട്ട്. ഇത്ര സാധനം ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളെ ഇത് മൊത്തം റൗണ്ട് ചുറ്റിച്ച് കൊണ്ട് കാണിക്കും. അപ്പം ആ ബസ്സിൽ കയറിയേക്കാണ് കേട്ടോ നമ്മൾ. അപ്പം അതിൽ കയറി ഇത് മൊത്തം കാണാനുള്ള പ്ലാനിലാണ്. ഇതില്ലേ ആ പടങ്ങൾ, അതെല്ലാം കല്ലാണ് കേട്ടോ. കല്ല് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. പെബിൾസ് അടുക്കി ചെയ്തേക്കുക. ആ വില്ലേജിൻ്റെ മൊത്തം ഏരിയയിൽ കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ റൗണ്ട് അടിച്ച് മൊത്തം നമ്മളെ ഈ ബസ്സിൽ കൊണ്ടുപോകും. നടന്ന് കണ്ടാൽ തീരത്തില്ല. എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പുറത്തുനിന്ന് കറങ്ങി കൊണ്ടുവന്നേ കേട്ടോ ഇവിടുന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട്. മൃഗങ്ങളെയൊക്കെ കാണാം കേട്ടോ. തെളിവ് വേണ്ടേ? വാങ്ങിക്കോട്ടെ. ഇങ്ങോട്ട് വാ. ഗൈസ് അടിപൊളിയാണ് ഇവിടം. നുങ്നൂച്ച് വില്ലേജിൽ ഒരു നല്ലൊരു സ്പോട്ടാണ് ഇത്. നല്ല ഭംഗിയുണ്ട് ഗൈസ്, കണ്ടു നോക്ക്. നമുക്ക് ഇവിടെയും കൂടെ നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ ആമസോൺ റെയിൻ ഫോറസ്റ്റ് കാണുന്ന ചെടികളാട്ടാ. അത് അവരിവിടെ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് അവർ ആമസോണിന്റെ സെയിം വൈബ് കൊടുത്തിയാന്ന് തോന്നുന്നു. അവിടെ കാണുന്ന പാരറ്റ്സ് ആണിത്. ഓക്കെ, സൂപ്പർ. ഒരു സത്യം പറഞ്ഞാൽ ഒരു സ്വർഗത്തൊക്കെ വന്ന ഒരു എഫക്റ്റ് ഉണ്ട് കേട്ടോ മൊത്തത്തിൽ. അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത്ര അടിപൊളി. ഇത് നോക്ക്, അവിടെ അടിപൊളി. ഇവിടെ പുകയില നിക്കണേ. ആമസോണിലാണ് കേട്ടോ ആക്ച്വലി കാണുന്നത്. അയ്യോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഓട്ടോറിക്ഷ പല കളേഴ്സിലുള്ള ഓർക്കിഡ്സ്. ആക്ച്വലി ഇത് ഇവരുടെ എന്തോ ഒരു കൾച്ചറൽ ട്രഡീഷനാണ് ഗൈസ്. ഇത് ഡ്രാമാസിലും എല്ലാത്തിലും ഉണ്ട്. പക്ഷേ ഇത് ഇത് ഓർമ്മയുണ്ടോ, നമ്മുടെ പാലാഴി കടന്നത്? അതാട്ടോ എനിക്ക് ഓർമ്മ വന്നേ അത് കണ്ടപ്പം. നമ്മളങ്ങനെ സൈറ്റൊക്കെ കണ്ടിങ്ങനെ ബോൺസായി മരങ്ങളാട്ടോ മൊത്തം കാണുന്നത്. ഈ ബ്രോംലിയാഡ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ നിങ്ങളുടെ പറഞ്ഞില്ലേ, ആമസോണിൽ കാണപ്പെടുന്ന ഒരു ചെടിയാണ് ബ്രോംലിയാഡ്സ്. ഇതിനകത്ത് കുറേ ഇൻസെക്ട്സിന്റെ ഒരു വാസസ്ഥലം കൂടാണ് ഈ ബ്രോംലിയാഡ്സ് എന്ന് പറഞ്ഞാൽ. ലേഡി ബഗ്സ് അങ്ങനെ കുറേ ഇൻസെക്റ്റുകളുണ്ടല്ലോ, അതിന്റെ മെയിൻ ഒരു സ്പോട്ടാണ് ഇത്. തനിയെ വെള്ളം സ്റ്റോർ ചെയ്ത്
ആയിട്ട് നിൽക്കുന്ന കാക്ടസ് ആണ് കേട്ടോ ഇപ്പൊ കാണുന്നത്. കാക്ടസിന്റെ പൂക്കളാണ് ഇത്, റെഡും യെല്ലോയും ഒക്കെ.ตามลูกศรนะครับกลับไปยังจุดที่เราถ่ายรูปเสร็จแล้วขึ้นรถที่ด้านหน้าร้านกาแฟนะครับ ഇത് ഫ്രഞ്ച് ഗാർഡൻ ആയിട്ടാണ് കേട്ടോ അവർ എഴുതിയിരിക്കുന്നത്. ഇത് ഒരു മഞ്ഞപ്പാണ്ട അതിൻ്റെ കൂടെ, റെഡ് പാണ്ടയുടെ ഇടയ്ക്ക് കൂടി ഒരു മഞ്ഞപ്പാണ്ട. അല്ല, നടന്ന് ക്ഷീണിച്ച് നമ്മൾ വീണ്ടും ബസ്സിലോട്ട് കയറാൻ പോവാം. ഈ വില്ലേജ് ഇങ്ങനെ നിരന്ന് കിടക്കുക കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട് കാണാൻ. മ്യൂസിയം ഓ ഫ്രണ്ട് ഇതായിട്ട് നമ്മളിതാ കാർ മ്യൂസിയത്തിലോട്ട് വന്നു. ആദ്യം കിടക്കുന്ന കാർ എന്ന് പറഞ്ഞാൽ ഹമ്മറാണ്. ഹമ്മർ കേട്ടോ, ഹമ്മർ. പിന്നെ ഇതേത് കാറെന്ന് അറിയത്തില്ല, ഇത്ര നല്ല വലിപ്പമുള്ളൊരു കാറാണ്. ഇത് വീണ്ടും ഒരു ഹമ്മർ. ഒരു നിസ്സാൻ്റെ ഒരു വണ്ടി. ഇതെനിക്ക് തോന്നുന്നു മസ്താങ് ആണെന്ന് തോന്നുന്നു, ഫോർഡ് മസ്താങ് ആണെന്ന് തോന്നുന്നു. ഇതൊരു കാറാണ്, ഇതൊരു റേസിംഗ് കാർ. ഇതെല്ലാം റേസിംഗ് കാറാണ്. ഇതെല്ലാം റേസിംഗ് കാറിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇത് സഫാരി, നമ്മുടെ ഡെസേർട്ടിലൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റുന്ന സാധനമാണ്. ഇത് ഇഷ്ടപ്പെട്ട്, ഫോർഡിൻ്റെ ഒരു കാറാണ്. കാറിൻ്റെ വലിപ്പം കണ്ടോ, നല്ല വലിപ്പമുണ്ട്. വീഡിയോയിലായതുകൊണ്ട് അറിയാത്തത്. അടുത്ത എല്ലാ സ്പോർട്സ് കാറാണ് കൂടുതലായിട്ടും ഇവിടെ. എല്ലാം കൊള്ളാം. ഇത് കൊള്ളാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കാറാണ് ഗൈസ്. ഈ കാർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് ഇങ്ങോട്ട് കാണിക്കുക. ഇഷ്ടപ്പെട്ടു ഗൈസ്, നല്ല രസമുണ്ട്. കുഞ്ഞ് പിങ്ക് കളറിലെ കാറ്, നല്ല ഭംഗി. 2 പേർക്ക് ഇരുന്ന് പോകാൻ പറ്റുന്ന കാറ്. 2 പേർക്ക് ഇരുന്ന് പോകാൻ പറ്റുന്ന കാർ. ഇനി ഇത് JCBയുടെ ടയറിനേക്കാളും വലിപ്പമുള്ള ടയറാണ് ഇതിൻ്റെ. അയ്യോ, ഇത് കാറാണോ? ഇത് വൈറ്റ്. അപ്പം ഗൈസ്, നൂനുങ് വില്ലേജിലെ കാഴ്ചകളെല്ലാം തീർന്നു. ഇനി പുതിയ സ്ഥലത്ത് വീണ്ടും പുതിയ കാഴ്ചകളായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.